ഷാനവാസും റിയാസും തമ്മിലൊരു ഫൈറ്റ് നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ. നിങ്ങൾ ആരുടെ ഭാഗത്താണ്? റിയാസിന്റെ ഭാഗത്താണോ ഷാനവാസിന്റെ ഭാഗത്താണോ? ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി? നെവിൻ ഇത് മുതലാക്കുന്നുണ്ട്. നെവിൻ ആണെങ്കിൽ ഷാനവാസ് അങ്ങനെ ഒരു കാര്യം നെവിനെതിരെ പറഞ്ഞത് കൊണ്ട് തന്നെ നെവിൻ ഇത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ടാസ്ക് നല്ല രീതിയിൽ തന്നെ എല്ലാവരും കളിച്ചോ? നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് 5 മണിക്കാണല്ലോ മോർണിംഗ് സോങ് ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ റിയാസ് പ്രൊവോക്കിംഗ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇവിടെ മറ്റേ ബെഡ്റൂമൊക്കെ ഭയങ്കര അലമ്പായിട്ട് എടുക്കുന്നതുകൊണ്ട് ബെഡ്റൂം ക്ലീൻ ആക്കാനായിട്ട് പറയാണ്. അനീഷ് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു. പക്ഷെ റിയാസ് മനഃപൂർവ്വം ഷാനവാസ് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഷാനവാസ് സമ്മതിച്ചില്ല. ഷാനവാസ് പിന്നെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഒരു ടാസ്കിലേക്ക് കയറിയിട്ടില്ല. ഡ്രസ്സ് പോലും മാറാതെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ റിയാസ് പറഞ്ഞു ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര എതിർത്ത് സംസാരിച്ചപ്പോൾ റിയാസ് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റ് ഇതൊക്കെ അങ്ങ് വലിച്ചു വാരി പിന്നെ ഹോളിൽ മൊത്തം ചവറുകളെല്ലാം ആക്കി. ഓക്കെ, എന്നിട്ടും ക്ലീൻ ചെയ്യാനായിട്ട് പോയി. ഇതില് റിയാസ് കാണിച്ചത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നല്ലതായിട്ടാണോ? ഒരു പ്രൊവോക്കിംഗ് ലെവലായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് വീഴ്ത്താനായിട്ട് റിയാസ് ചെയ്ത ഒരു പണിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ പറയട്ടെ, ഷാനവാസ് ഡ്യൂട്ടിയിൽ കയറിയിട്ടില്ല, അത് ഓർക്കണം. ഡ്യൂട്ടിയിൽ കയറാതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഷാനവാസിന്റെ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ കേസിൽ കാരണം ഒരാള് ഗസ്റ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട കാര്യത്തിൽ ഗസ്റ്റ് ആവാം, ഓക്കെ, പക്ഷെ ടാസ്കിൽ ആരും കയറിയിട്ടില്ല. അവിടെ ഇനിയും ആൾക്കാർ റെഡി ആവാൻ ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയും പേര് റെഡി ആയിട്ട് വരണ്ടേ. അപ്പം ഈ കാര്യത്തിൽ ഞാൻ ഷാനവാസിന്റെ കൂടെയാണ്. എന്നിട്ട് വേസ്റ്റ് എല്ലാം ഇപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ തന്നെ അടിച്ചോരിക്കോളാം. പക്ഷെ അനീഷ സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ ആദില സമ്മതിക്കുന്നില്ല. ആദില ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അനീഷിന്. അതിന്റെ കാര്യമൊന്നുമില്ല. അത് ഗെയിമിന്റെ രീതിയിലാണ് ആദില പറഞ്ഞതെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര മോശമായിപ്പോയി. കാരണം ഹൗസ് ക്ലീനിങ് ആണ്. അപ്പോൾ ആദില പറയുന്നത് അനീഷിന് കേൾക്കേണ്ടി വന്നു ആ നേരത്തെ. കാരണം ടാസ്ക് ആണ് ആ സമയത്ത് അങ്ങനെ ചെയ്യുന്നത്. ഷാനവാസ് ആണെങ്കിൽ ഷാനവാസിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. ഷാനവാസ് ആണെങ്കിൽ റിയാസിന് എന്തോ ഒരു വാക്ക് പറഞ്ഞു. റിയാസിന് ഇഷ്ടപ്പെട്ടില്ല. ഈ സ്റ്റാർ കൊടുക്കുന്ന ടൈമില് ഷാനവാസിന് സ്റ്റാർ തിരിച്ചു പിടിക്കണമെന്ന് റിയാസ് പറയുന്നു. ഷാനവാസ് കൊടുക്കോ? ഒരു കാരണവശാലും കൊടുക്കൂല. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാല് ഷാനവാസ് ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചറാണ് നടത്തിയത്. ഷാനവാസ് ഒരു സ്റ്റാർ കൊടുത്താൽ നോർമലായിട്ട് ആ ഒരു കേസ് പോകും. പക്ഷേ ഷാനവാസ് അതിനു വേണ്ടി നിന്നു. ഞാൻ ഒരിക്കലും ഈ സ്റ്റാർ തരത്തില്ല എന്ന് പറഞ്ഞു. ഈ സ്റ്റാർ എന്ന് പറയുന്നത് അവർ ചെയ്ത ജോലിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കിട്ടിയ കൂലിയാണ് ഈ സ്റ്റാർ. ഇപ്പൊ ഞാനൊരു കാര്യം, ഞാനൊരു ഹോട്ടലിൽ ജോലി ചെയ്യാണ്. ഞാൻ ഒരാളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ശമ്പളം തന്നു. ഞാൻ ജോലി ചെയ്തതിന്റെ ശമ്പളം എനിക്ക് തന്നു. പിന്നെ ശമ്പളം കിട്ടിയതിനു ശേഷം ഒരു തൊട്ടടുത്ത ദിവസം ഞാൻ അയാളെ മോശം പറഞ്ഞാല് ഞാൻ ഇന്നലെ തന്ന ശമ്പളം ഇങ്ങോട്ട് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ കാശ് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കും. കാരണം നമ്മൾ പണിയെടുത്ത് ചെയ്ത കാശാണ്. ഈ കാര്യത്തിൽ ഞാൻ ഷാനവാസിന്റെ കൂടെയാണ്. ഈ പറഞ്ഞ പോയിന്റിലും ഞാൻ ഷാനവാസിന്റെ കൂടെയാണ്. പിന്നെ എന്താണ്, റിയാസ് ആണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ഓക്കെ, നിങ്ങൾ ഡിസ്മിസ് ചെയ്തെന്ന് ലക്ഷ്മി പറയാണ്. ലക്ഷ്മി ഡിസ്മിസ് ചെയ്യാണ് ജോലിയിൽ നിന്ന്. ഷാനവാസ് ജോലി ചെയ്യുന്നില്ല. എന്നിട്ട് ഈ റിയാസ് ആണെങ്കിൽ ഷാനവാസിനെതിരെ കുറെ പോയിന്റുകൾ പറയുന്നുണ്ട്. നിങ്ങൾ അക്ബറിനെ എന്തിനു തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് പ്രൊവോക്ഡ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നും ചെലവാകുന്നില്ല. അങ്ങനെ ഷാനവാസിനെ ഡിസ്മിസ് ചെയ്തു. പിന്നെ ഈ അഭിലാഷും നൂറയും വന്നിരിക്കുകയാണ്. ഇത് അവരുടെ എന്തോ അഭിപ്രായം പറയാൻ വന്നപ്പോ നമ്മുടെ അഭിലാഷും നൂറയും ജിസേലിന്റെ തോക്ക് ഒളിപ്പിച്ചു വെച്ചു എന്ന് അക്ബർ പറഞ്ഞു. അക്ബറും ജിസേലും വാദിക്കുന്നുണ്ട്. ജിസേൽ ഇങ്ങനെ ഒരുപാട് വാദിച്ചപ്പോൾ അഭിലാഷിന് ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കടി എന്ന് ജിസേലിനെ പറയുന്നുണ്ട്, ലക്ഷ്മിനെയും പറയുന്നുണ്ട്. ഞാൻ വീക്കിലി ടാസ്കിൽ എന്റെ അഭിപ്രായം എന്ന് വെച്ചാല് വീക്കിലി ടാസ്ക് അടിപൊളിയാണ്, ക്ലാസിക് ടാസ്ക് ആണ് ബിഗ് ബോസിലെ. പക്ഷേ അത് കളിക്കേണ്ട രീതി ഞാൻ പറയാം, ഇതിലാകെ നന്നായിട്ട് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കളിച്ചത് ലക്ഷ്മിയാണെന്ന് ഞാൻ പറയാം. ബാക്കി എല്ലാവരും
അയ്യോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പോകണമല്ലോ, ഗസ്റ്റുകൾക്കൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഇതിൽ മാത്രം കളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഇൻട്രസ്റ്റ് ആർക്കും ഉണ്ടായിട്ടില്ല. ആർക്കും മാനേജറായാലും മോൾക്കായാലും എനിക്ക് തോന്നുന്നു ബാത്റൂം ക്ലീനിങ് ഒക്കെ കുറച്ച് ആത്മാർത്ഥത കാണിച്ചു, അതുപോലെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇതായിട്ട് കാണിച്ചു, ഹൗസ് കീപ്പിംഗ് ചെയ്തു. പക്ഷേ ഇവരത് എന്താണ് ഗെയിമായിട്ട് എടുത്തിട്ടില്ല. അതാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നെവിൻ ആണെങ്കിൽ ഈ ഷാനവാസിനെതിരെ നിൽക്കുന്നതുകൊണ്ട് നെവിൻ ഇന്ന് നൈസായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്, റിയാസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിനെ പറ്റി മോശം പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണ് ഷാനവാസ് നെവിനെതിരെ പറഞ്ഞതുകൊണ്ട് നെവിന് ഭയങ്കര കരയുന്നൊക്കെ ഉണ്ട്. എനിക്ക് അറിയത്തില്ല, ആ കേസ് ശനിയാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷാനവാസ് നിർത്തി വെച്ചിരിക്കുന്നത്. ഇനി ഷാനവാസ് തന്നെ ഒരു അടിയാകുമോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പിന്നെ എന്താണ് ഈ ഷാനവാസിനും പിന്നെ ആർക്ക് ജിസയിലും 4 സ്റ്റാർ വെച്ചു. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക അതിൽ ആര് ക്യാപ്റ്റൻ എന്താണ് ആര് തിരഞ്ഞെടുക്കുന്നു. ഇപ്പൊ എല്ലാവരും ജിസയിലെ തിരഞ്ഞെടുക്കുന്നു. അനുമോള് നമ്മുടെ ഇതിനെ തിരഞ്ഞെടുത്തു, ഷാനവാസിനെ തിരഞ്ഞെടുത്തപ്പോൾ റിയാസ് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞ തെറികളും അവൻ മോശമായിട്ട് സംസാരിച്ചത് നിങ്ങൾക്ക് പ്രശ്നമില്ല, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ അല്ല. അപ്പൊ അനുമോള് പറഞ്ഞാൽ അല്ല, ഞാൻ എന്താണ് ഇവര് പോകണം പോകണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന ഷാനവാസിനെയാണെന്ന് പറയുന്നു. അങ്ങനെ ജിസേലിനെ തിരഞ്ഞെടുത്തു. ജിസേല് ഷോപ്പിംഗ് ആണ് ക്യാപ്റ്റൻസി ആണോ എന്ന് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നത് ക്യാപ്റ്റൻസിയാണ്. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം ഷോപ്പിംഗ് എത്ര വന്നാലും ഷോപ്പിങ്ങിൽ ജിസേലിനെ കൊണ്ട് പറ്റത്തില്ല, അത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുക്കണം, ഇപ്പൊ വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ബോക്സ് പോലെയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ക്യാപ്റ്റൻസി എടുത്ത് തന്നെ, കാരണം പുള്ളിക്കാരി ക്യാപ്റ്റൻ ആയിട്ടില്ല. പിന്നെ രണയ്ക്കും സാബുവിനും 1 സ്റ്റാർ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ഇതിലൊരാളെ സെലക്ട് ചെയ്തിട്ട് ജയിലിലേക്ക് പറഞ്ഞയക്കാനായിട്ട് പറയുന്നുണ്ട്. അതിലെല്ലാവരും കൂടി റെന ഫാത്തിമേനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു. പിന്നെ ആദിലയും ക്യാപ്റ്റൻസി ആണ്. കാരണം ആദില, ലക്ഷ്മി, ആര്യ ഇവർ 3 പേരിൽ സെലക്ട് ചെയ്യാൻ പറയുന്നു ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് പോകാനായിട്ട്. അതിൽ ആദില ഡയറക്റ്റ്ലി പോകുന്നു. പിന്നെ റിയാസിന് ഡയറക്റ്റ്ലി ഒരാളെ ചെയ്യാൻ പറ്റും, ഇതുപോലെ ക്യാപ്റ്റനെ ആക്കാൻ ചെയ്യാൻ പറ്റും. അതിൽ ഒനീലിനെയും ചെയ്യുന്നു. അപ്പോൾ ഒനീല്, ആദില, ജിസേൽ ഇവർ 3 പേരാണ് ക്യാപ്റ്റൻസി. അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഇല്ലാതെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു. ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞു. സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്ന റിയാസിന് 3 എണ്ണത്തിൽ 2 ചെയ്യാൻ പറ്റിയുള്ളൂ. ഞാനും തെറ്റിദ്ധരിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ 5 പേരെ ഒരേ സമയത്തല്ല പല സമയത്തും ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അത് ഒരുമിച്ച് ചെയ്തുകൊണ്ട് ആ ടാസ്ക് ഇതായിപ്പോയി. അങ്ങനെ വീട്ടുകാർക്കുള്ള പണി നാളെ കൊടുക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അതെന്താണ് എന്തോ. പിന്നെ റിയാസ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. നെവിനാണെങ്കിൽ ബിന്നിയോട് സംസാരിക്കുന്നുണ്ട് ഈ കേസ് പറഞ്ഞിട്ട്. ഷാനവാസ് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഫീൽ ആക്കാണ്, വീട്ടുകാരെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ആക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. ലക്ഷ്മിയുടെ ബർത്ത്ഡേ എല്ലാവരും സന്തോഷത്തോടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നുണ്ട്. ഇതാണ് എപ്പിസോഡ് നടന്നത്. എനിക്ക് എപ്പിസോഡിനെ പറ്റി പറയാനുള്ളത്, ഞാൻ ഷാനവാസിന്റെ കൂടെയാണ്. കാരണം ഷാനവാസിന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്ന അത്ര ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഡിമാൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ പറയുന്നത് റിയാസൊക്കെ ഒരു 2 ആഴ്ച ആ വീട്ടിലുണ്ടായിരുന്നു. ഹിന്ദി ബിഗ് ബോസിലൊക്കെ അങ്ങനെയാണ്, ഒരു 2 ആഴ്ചയും 3 ആഴ്ചയൊക്കെ ചലഞ്ചേഴ്സ് വീട്ടിലുണ്ടാവും. എന്നിട്ട് ഈ 2 ആഴ്ച നിർത്തിയിട്ട് പണിയെല്ലാം എടുത്തെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കും. റിയാസിനെ അങ്ങനെ ചെയ്യണം. കാരണം ഇന്ന് തന്നെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി തന്നില്ലേ. റിയാസ് അവിടെ ഉണ്ടെങ്കിൽ റിയാസിനെ കൊണ്ട് പറ്റും, പ്രൊവോക്ക് ചെയ്യാനായിട്ട് പറ്റും. റിയാസ് ആണെങ്കിൽ ഒരു മോശം വേർഡും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് റിയാസ് തോന്നുന്നു. പക്ഷെ എന്താണ് ആസ് എ ഗെയിമർ എനിക്ക് റിയാസിന്റെ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുറച്ച് ഓവറായിപ്പോയി, ഷാനവാസിനോട് കാണിച്ചൊക്കെ ഓവറായിപ്പോയി. ബാക്കി എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് വീക്കിലി ടാസ്കും ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ഇടയിൽ വരുന്നതാണ്. പ്രൊമോയിൽ ഷാനവാസ് ഔട്ടാവുന്ന കേസൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഷാനവാസ് ഔട്ടല്ല, ഷാനവാസ് പോയി എന്നാണ് അറിയുന്നത്. പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. ഇനി എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ, നമുക്ക് നോക്കാം. എനിക്കൊരു സമയമുള്ളൂ, ഒരു ദിവസം സമയം ഉണ്ടല്ലോ, ലൈവ് വരുന്ന സമയം ഉണ്ടല്ലോ, ആ സമയം എനിക്ക് തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. കഴിഞ്ഞ അടുത്തൊരു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ബൈ.